ഹായ് ഫ്രണ്ട്സ്, SBS ടോക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. കേരള കായലുകളെക്കുറിച്ചുള്ള മോക്ക് ടെസ്റ്റിൻ്റെ പാർട്ട് 2 ആണ്. ജലാശയങ്ങളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന കായലേത്? കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കാനായി കായലിൽ നിർമ്മിച്ച തടയണ ഏത്? സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? കൊല്ലം ജില്ലയുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ജലത്തിനായി ആശ്രയിക്കുന്ന ശുദ്ധജല തടാകം ഏത്? ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കായൽ ഏത്? വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് ഏത്? പെരിയാർ നദി പതിക്കുന്ന കായൽ ഏത്? അഷ്ടമുടി കായലിൽ പതിക്കുന്ന നദി ഏത്? മനുഷ്യനിർമ്മിത ദ്വീപ് ഏത്? പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏത്? അഷ്ടമുടി കായലിൽ എത്ര ചെറിയ ദ്വീപുകളുണ്ട്? വൈപ്പിൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ്? പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഷ്ടമുടി കായലിലെ ദ്വീപുകൾ അറിയപ്പെടുന്ന പേരെന്ത്? വേമ്പനാട്ട് കായൽ അറബിക്കടലുമായി ചേരുന്ന തുറമുഖം ഏതാണ്? മോക്ക് ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്യാം. ജലാശയങ്ങളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന കായൽ ഏത്? അഷ്ടമുടി കായൽ. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കാനായി കായലിൽ നിർമ്മിച്ച തടയണ ഏത്? തോട്ടപ്പള്ളി സ്പിൽവേ. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? പൂക്കോട് തടാകം. കൊല്ലം ജില്ലയുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ജലത്തിനു വേണ്ടി ആശ്രയിക്കുന്ന ശുദ്ധജല തടാകം ഏത്? ശാസ്താംകോട്ട തടാകം. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കായൽ ഏത്? അഷ്ടമുടി കായൽ. വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് ഏത്? തണ്ണീർമുക്കം ബണ്ട്. പെരിയാർ നദി പതിക്കുന്ന കായൽ ഏത്? കൊടുങ്ങല്ലൂർ കായൽ. തൃശ്ശൂരിലാണിത്. അഷ്ടമുടി കായലിൽ പതിക്കുന്ന നദി ഏത്? കല്ലടയാർ. മനുഷ്യനിർമ്മിത ദ്വീപ് ഏത്? വെല്ലിംഗ്ടൺ. പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏത്? അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലിൽ എത്ര ചെറിയ ദ്വീപുകളുണ്ട്? 8 എണ്ണം. വൈപ്പിൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിൽ. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട്ടിൽ. അഷ്ടമുടി കായലിലെ ദ്വീപുകൾ അറിയപ്പെടുന്ന പേരെന്ത്? മൺറോം തുരുത്ത്. വേമ്പനാട്ട് കായൽ അറബിക്കടലുമായി ചേരുന്ന തുറമുഖം ഏത്? കൊച്ചി. മോക്ക് ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഫുൾ മാർക്ക് കിട്ടുന്നവരെ ഈ ഒരു പ്രോസസ്സ് തുടരുക. താങ്ക്